രമേഷ് പിഷാരടി വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഈ വൻ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ അത്രയോ അല്ലെങ്കിൽ അതിന് മുകളിലോ പോവാം? അതിന് മുകളിൽ പോകും. അതെങ്ങനെ അങ്ങനെ പോകാൻ സാധ്യത കുറവാണല്ലോ. കാരണം ഇവിടുത്തെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീകളൊക്കെ UDF എതിരാണെന്നുള്ളതാണ് പുറത്തൊക്കെയുള്ള ഒരു പ്രചരണം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. ശോഭ സുരേന്ദ്രൻ തന്നെ, സംശയമില്ല. ശോഭ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നതാണ്, വരുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇഷ്ടം അതാണ്. സാധ്യത റസാഖിനാണ് എന്ന് ഞാൻ വരണം. എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും നല്ല ശക്തരാണ്. എന്നാലും ഇപ്പോൾ മുഖ്യമന്ത്രി നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേ പെൻഷനൊന്നും ബാക്കിയില്ല. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അതായത് 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു പെൻഷനും ബാക്കിയില്ല. ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവുക? ഭൂരിപക്ഷം ഉണ്ടാവണം. പേരെന്തായിരുന്നു? എൻ പേരാണു. പിസാരതി ജയിക്കും വന്ന് നല്ലതാണ്. പക്ഷേ തമിഴാണ്. പിസാരതി വന്നാൽ നല്ലതാണ് ജയിക്കും. ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് വിജയിച്ചിരിക്കും, അതിലൊരു സംശയവുമില്ല. അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സുമാറ് കോമ്പറ്റീഷനിലാണ്. എല്ലാവരും ഒരേമാതിരി തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. മിക്കവാറും ഞാൻ എന്താ പറയാ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. അതായിരിക്കും ശരി എന്ന് നമ്മുടെ കണക്കുകൂട്ടല്. അല്ലാതെ കണ്ട് നമ്മൾ ഫുള്ളായിട്ട് പറയില്ല കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതല്ലേ നമ്മള് പബ്ലിക് വാഹനം നമ്മൾ അതെടുത്ത് പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയില്ല. സാധ്യത വന്നിട്ട് ആരെയും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജനങ്ങളുടെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയില്ല. ശോഭ സുരേന്ദ്രൻ വന്നാ വരും. അതിൻ്റെ കാണുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ. ഇലക്ഷൻ കാർഡ് ഈ പ്രാവശ്യം അധികം കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് വരുന്ന ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അഭിപ്രായം ഒന്നും പറയാനില്ല, കണ്ടറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ആര് വരുന്നുള്ളത് തീരുമാനം വോട്ടർമാരുടെ കയ്യിലാണ്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? പാലക്കാട്ടിൽ റസാഖണ്ണം വരും. റസാഖണ്ണം തീർച്ചയായിട്ടും വരും. ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവുക? ചെറിയ ഭൂരിപക്ഷമാണെങ്കിലും ജയിക്കും. റസാഖണ്ണൻ നല്ല വ്യക്തിയാണ്, പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ടിന് ഒരുപാട് കാര്യങ്ങൾ റസാഖണ്ണനെ കൊണ്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും റസാഖണ്ണൻ പാലക്കാട് വരും. അപ്പുറത്തും ഇപ്പുറത്തും ശക്തമായ സ്ഥാനാർത്ഥികളല്ലേ? അപ്പോൾ ഇപ്പുറത്ത് ശക്തമായ സ്ഥാനാർത്ഥികളായിരിക്കാം. പക്ഷേ റസാഖണ്ണൻ എന്നുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഒരുപാട് വോട്ടുകൾ വരും, ജയിക്കും. പാലക്കാട്ടിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. UDF വരും. പിഷാരടി ഉറപ്പാണോ? മാറ്റത്തിൻ്റെ കാറ്റടിക്കുന്നുണ്ട് അവിടെ? ഇല്ല, കാറ്റടിക്കാൻ സാധ്യതയില്ല. ഇല്ല. ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്ര ഭൂരിപക്ഷത്തേക്ക് പോവാം? അത് പോവില്ല. ഒരു 6000-7000 ഇടയ്ക്ക് നിൽക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ബാധിക്കുന്നുണ്ടോ? യാതൊരു വിഷയത്തിനും ബാധിക്കില്ല. അത് ഇവിടെ പാലക്കാട് ജനങ്ങളൊക്കെ എല്ലാം അറിയാം. ഒരിക്കലും അത് ബാധിക്കില്ല. സ്ത്രീകളുടെ വോട്ട് കുറയാൻ സാധ്യതയുണ്ടോ ഈ വിഷയത്തിൽ? ഇല്ല, കൂടെ ഉള്ളൂ. പ്രാവശ്യം കൂടെ ഉള്ളൂ, കമ്മിയാവില്ല. ചാൻസ് പിഷാരടിക്കണം. ജയിക്കും. അഭിപ്രായം ആര് നല്ലതാണോ അവർക്ക് വോട്ട് ചെയ്യും. ചേച്ചിക്ക് സ്വന്തമായിട്ടുള്ളൊരു നിലപാട് എങ്ങനെ? അതിപ്പോൾ ഞങ്ങളോട് സാധാരണ ജയിക്കുന്നത് കോൺഗ്രസ്സാണ്. എപ്പോഴും ജയിക്കുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ ഒരു മാറ്റം എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ NMR റസാഖ് അടുത്ത വർഷത്തിൻ്റെ അല്ലേ? എങ്ങനെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവും. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഏകദേശം ഉണ്ടാവും അല്ലേ? പിഷാരടി വരുന്നതാണ് എൻ്റെ ഒരു ട്രെൻഡ്. ഇപ്പോൾ അതെന്താ നിങ്ങൾ പിഷാരടി ആണ് വരിക എന്നുള്ള ഇദ്ദേഹം പറഞ്ഞ NMR റസാഖാണെന്നാണ് എൻ്റെ സഹപ്രവർത്തകനാണ്. ഞങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടി രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ. പിഷാരടി എന്നുള്ളത് ഒരു എന്താ പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് വിക്ടോറിയ പഠിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ പാലക്കാടിനെ കുറിച്ച് കുറച്ച് അറിയുന്ന വ്യക്തി കൂടിയാണ്. ഷൂട്ടിങ്ങിനായാലും ഈ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും പാലക്കാട് വരാതെ പോവില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എങ്ങനെ ഭൂരിപക്ഷം എന്തായാലും എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു 32,000. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം
ഇദ്ദേഹത്തെ എത്ര കണ്ട് ബാധിക്കും? അത് രാഹുൽ മാങ്കൂട്ടം ഒരു വ്യക്തിപരമായിട്ട് പൊളിറ്റിക്കലി ഇതിൽ അഫോർഡല്ല. രാഹുൽ മാങ്കൂട്ടം സ്ത്രീ വോട്ടർമാരെ കുറെ സ്വാധീനിച്ചിട്ടില്ല. അത് സ്ത്രീ വോട്ടർമാരെ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ളത്. അത് ഈ രാഷ്ട്രീയമല്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ കുട്ടിക്കാലത്ത് വളരെ മോശം, അത് ഇതല്ല. ഓക്കെ, ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഇതേ സാഹചര്യത്തിൽ? രാഹുൽ മാങ്കൂട്ടം ആണെങ്കിൽ ഇതിന് ശേഷം, ഈ പ്രശ്നത്തിന് ശേഷമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുക്കുക, ആരും കൊടുക്കില്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തെറ്റ് തന്നെയാണല്ലോ. UDF ജയിക്കാനാണ് സാധ്യത പാലക്കാട്. അതെന്താ? UDF ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കുറച്ച് പ്രശ്നത്തിലാണ് ഈ പാലക്കാട് UDF ഉള്ളത്. അത് പിന്നെ നമ്മുടെ പിഷാരടിയെ ബാധിക്കൂലേ? ഈ സ്ഥാനാർത്ഥിയെ ബാധിക്കൂലേ? ഇല്ല, പിഷാരടിക്കൊരു ഇമേജ് ഉണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ പിഷാരടി. പിന്നെ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിൽ LDFന് കുറച്ച് പിന്നോക്കമാണ്. അപ്പോൾ മിക്കവാറും അതിനുള്ള സാഹചര്യമുണ്ട്, UDFനുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ. പിഷാരടി മോസ്റ്റ് പ്രോബ്ലി പിഷാരടിക്ക്. അത് എങ്ങനെ ഈ കോൺഗ്രസ് UDF നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കുറച്ച് പ്രശ്നത്തിലിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതാവുമ്പോഴേ ഈ പിഷാരടിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഇല്ല, ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇതിന് കണക്ഷനില്ല, ജംഗ്ഷനില്ല. അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം പരസ്പരം അടി ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. മൂന്നാൾക്കും ടൈറ്റ് ഫൈറ്റ് ആണെന്നാണ് തോന്നുന്നു. വേറെ പറയാൻ പറ്റില്ല. ഇതപ്പോൾ ഇവരുടെ കൂടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, വേറെ ആൾക്കാരുടെ കൂടെയും വരുന്നുണ്ട്. മറ്റേ റസാഖ് അണ്ണനും ഉണ്ട്. ശരി ശരി. എന്താ ഇവിടുത്തെ സിറ്റുവേഷൻ? ആര് ജയിക്കാനാ സാധ്യത? UDF ഗ്യാരണ്ടി ജയിക്കും. ഗ്യാരണ്ടി ആയിട്ട് ഇരിക്കും. എന്താണ് ഗ്യാരണ്ടി? ഗ്യാരണ്ടി ഒരു വ്യത്യാസം തന്നെ. CPMന്റെ ഭരണങ്ങളൊന്നും ശരിയില്ല എന്ന് എല്ലാവരും പറയണ്ടല്ലോ. ഇനി അടുത്ത ഭരണമല്ലോ. അത് UDF ഗ്യാരണ്ടിയായി ജയിക്കുന്നു വിശ്വാസം. അട്ടിമറി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? 100% UDF വരും. സാധ്യത പറഞ്ഞാൽ മൂന്ന് പേര് നല്ലൊരു ആൾക്കാർ തന്നെ അല്ലാന്ന് പറയുന്നില്ല. എന്നാലും കുറച്ചുകൂടി ജനങ്ങൾക്ക് ഒന്നും കൂടി സഹായങ്ങളെല്ലാം കൂടി എത്തിക്കാൻ പറ്റുന്ന ഒരാൾ വരണമെന്നാണ് മനസ്സിൽ. നോക്കാം ആര് വരുന്നു. ഇവിടെ സാധ്യത രമേശ് പിഷാരടിക്ക് തന്നെയാണ്. അതെങ്ങനെ ജയിക്കും? അതിനാണ് ചാൻസ് കൂടുതൽ. ആരേക്കും? രമേശ് പിഷാരടി, കോൺഗ്രസ്. UDFനാണ് ചാൻസ് കൂടുതൽ. മറിച്ചൊരു അട്ടിമറിയക്കാരൻ എന്തെങ്കിലും നടക്കോ? ഇല്ല, അട്ടിമറിക്കൊന്നും ചാൻസ് ഇല്ല. ഇവിടെ ഓൾറെഡി കോൺഗ്രസിൻ്റെ തന്നെ ആണ്, UDFൻ്റെ തന്നെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് അട്ടിമറിക്കൊന്നും ചാൻസ് ഇല്ല. പിന്നെ ഇപ്പോൾ കുറച്ച് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ വേറെ അട്ടിമറിയൊന്നും ഉണ്ടാവില്ല. ശോഭാ സുരേന്ദ്രൻ ഒരു ഭീഷണിയാണോ? അവർക്ക് കണ്ടൊരു വോട്ട് ഇവിടെ പാലക്കാട് ജില്ലയിലുണ്ട്. അതെന്തായാലും അവർക്ക് കിട്ടും. അല്ലാതെ വിജയിക്കാനുള്ള ചാൻസ് കുറവാണ്. NMR റസാഖിന് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അവിടെ? തീർച്ചയായും നല്ലൊരു ചലനം ഉണ്ടാകും. മൂപ്പര് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു ചലനം ഉണ്ടാക്കും. വിജയം UDFന് കൊണ്ടുപോകും. പക്ഷേ NMR റസാഖ് നല്ല രീതിയിൽ ശക്തി കാണിക്കും. മൂപ്പരുടെ കുറച്ചുകൂടെയൊക്കെ നല്ല വശത്തിലല്ലേ മുന്നോട്ട് പോണത്. ഇവിടെ LDFനാണ് ഇപ്പോൾ ഒരു തൂക്കം കാണുന്നത്. LDF വരുന്നതാണ് എൻ്റെ സാധ്യത. LDF വരും. ഭരണ LDFന് മറ്റേ സാധ്യതകളൊന്നുമില്ല. ഇല്ല. പിന്നെ ഭരണ LDFന് കിട്ടും. ഇപ്പോൾ നിലവിൽ പിഷാരടി വരുന്ന പോലെ ഉള്ളത്. പിഷാരടിക്കാണ് സാധ്യതയുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി NMR റസാഖ്, ശോഭാ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥി ശക്തരല്ല. അവർ ശക്തരാണ്. എങ്കിലും കുറച്ചും കൂടി മുൻതൂക്കം ഇവിടെ അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പിഷാരടിൻ്റെ. മറ്റവർ നല്ല പ്രവർത്തനമാണ്. പക്ഷേ എങ്കിലും പിഷാരടിക്കാണെങ്കിൽ കുറച്ചും കൂടി ചാൻസ് ഇവിടെ ആൾക്കാർ പറയുന്നത്. കഴിഞ്ഞ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിനേക്കാളും അധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ പിഷാരടി? അതില്ല, ഭൂരിപക്ഷം കുറഞ്ഞിട്ട് ജയിക്കുന്നതാണ് പറയണത്. പാലക്കാട് ആര് ജയിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് അത്ര വലിയ പിടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ള ഒരു വർത്തമാനം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഒരു 10 ദിവസം മുമ്പൊക്കെയാണെങ്കിൽ പറയാമായിരുന്നു ഇന്ന ആൾ വരുന്നു. അപ്പോൾ അങ്ങനെയല്ല, നല്ല കടുംപിടുത്തമാണ്. ആര് ജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അത്രേ എനിക്ക് പറയാനുള്ളൂ.